പാലക്കാടും ഈ പ്രദേശത്തുള്ള ശാഖകൾ വിളിച്ചുകൂട്ടിയ ഈ ധ്യാന മഹോത്സവത്തിന് പ്രത്യേകിച്ച് മൗണ്ട് അബുവിൽ നിന്ന് വന്നിട്ടുള്ള സംപൂജ്യ ഉഷ ബെന്നും ആദരണീയ ബീന ബെന്നും സംപൂജ്യ സ്വാമിജിക്കും ആദരണീയ ഷാഫിജിക്കും ആദരണീയ മാധവൻ നായർ സാർക്കും ആദരണീയ വേണുജിക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓം ശാന്തി. നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറോളം ഒരു സുന്ദരമായ ഒരനുഭവമായിരുന്നു നമുക്ക് ആ ധ്യാനം. വർഷത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഇതുമാതിരി ധ്യാനോത്സവം നടത്തി ധ്യാനിച്ച് മതിയാക്കി പോവുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മുടെ ദിവസം തന്നെ ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഉത്സവമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ഉത്സവമായി സാധിക്കാതിരിക്കാൻ കാരണം ഇന്ന് ആരോട് നമ്മൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കഥ കേൾക്കണോ, എത്ര ദുഃഖങ്ങൾ എത്ര സങ്കടങ്ങളും ഇതെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. ഇത് വരുത്താൻ കാരണം ഇന്നിപ്പോൾ ഏത് വ്യാധിക്കാർ വന്ന് ചോദിച്ചാലും സ്ട്രെസ് റിലേറ്റഡ് ഡിസീസ്. ഈ സ്ട്രെസ്സ് നമുക്ക് അറിവില്ലാതെയും വിവരമില്ലാതെ കൊണ്ടും നമുക്ക് ബാഹ്യമായിട്ടുള്ള ഡിസ്റ്റർബൻസസ്, സെൽഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതുമാതിരി എല്ലാം പദ്ധതികളുമുണ്ട്. ആരായിട്ട് ബന്ധപ്പെട്ടാലും ഒരു സത്സംഗത്തിലല്ല, നമ്മളൊരു രണ്ടുപേര് ചേർന്ന് നിന്നാൽ എൻ്റെ ദുഃഖത്തിന് പുറമെ നിൻ്റെ ദുഃഖവും കേൾക്കുക, രണ്ടുപേരും കൂടി ദുഃഖിച്ച് മറ പോകുക എന്നുള്ളത്. ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ ധ്യാനം മാത്രമേ മാർഗമുള്ളൂ. അത് കേട്ടുപഠിക്കുകയെ ഇതുമാതിരി ചെയ്താൽ പോരാ. ഇവിടെ ഉഷാജി പറഞ്ഞ മാതിരി അത് നമ്മൾ അഭ്യസിക്കണ്ടേ. അത് അഭ്യസിക്കണമെങ്കിൽ ട്രെയിൻഡായിട്ടുള്ള സഹോദരിമാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഏത് രാജ്യങ്ങളിൽ പോയാലും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളോട് പറയുക. ഇവിടെ ബ്രഹ്മകുമാരി ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു ശാഖയുണ്ട്. ഇന്ന് അവരുടെ മഹോത്സവം നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോകാമല്ലേ എന്ന്. ഇത്രയും കോടിക്കണക്കിൽ ജനങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു സത്യമുണ്ട്. അത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇവരെല്ലാ മുക്കുമൂലയിലും കേരളത്തിൽ തന്നെ എത്ര ശാഖകൾ കിടക്കുന്നു. പാലക്കാട്ട് നല്ലൊരു കേന്ദ്രമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പലരും അതിലേക്ക് വരുന്നവരാണ്, അതിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നവരാണ്. ഇത് നമുക്ക് ഒരു ലോക്കലായിട്ടുള്ള സംഘടനയല്ല. ബ്രഹ്മകുമാരി മൂവ്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൗണ്ട് അബു, അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് മുൻപ് ശിവരാത്രി ദിവസം എത്ര ലക്ഷം ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ആ പദ്ധതികൾ കഴിഞ്ഞ് എല്ലാവരും അതേ സഹോദരന്മാർ തന്നെ ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചു പോവുക. അവിടെ പലവിധ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്കത് പോകേണ്ടതാണ്, കാണേണ്ടതാണ്. ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തുമ്പോൾ എന്താണ് ഇവർക്ക് ലാഭം? ഒരു പണപ്പിരിവിന് വേണ്ടിയല്ല, മെമ്പർഷിപ്പ് ചേരാൻ വേണ്ടിയല്ല. നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഒരു ധ്യാന പദ്ധതി പഠിപ്പിച്ചു തരുന്നു. ഇതിൽ വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാൻ പറയുന്നില്ല. എനിക്ക് തന്നെ മൗണ്ട് അബുലുള്ള ദാദിജി പറഞ്ഞിട്ട് ഈ ബീന ബെന്നാണ് അതിന് വേണ്ട ട്രെയിനിങ് തന്നത്. ആ ധ്യാനത്തിന് ശേഷം വളരെയധികം പ്രത്യേക ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ലഭിക്കണമെന്ന്. ഇത് ജാതി മതത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ പോലും കണ്ടിട്ടുണ്ട് എത്ര ജനങ്ങൾ വന്ന് ഇത് പഠിക്കുന്നു. ഇതുമാതിരി നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇത് ഏർപ്പാട് തന്നിട്ടുള്ള ഈ സൗകര്യമാക്കി നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് ആത്മാർത്ഥ പറയേണ്ടതാണ്, നന്ദി പറയേണ്ടതാണ്. ഈ പ്രസ്ഥാനം വളരട്ടെ. കാരണം ഇന്ന് നമ്മൾ ജീവിതത്തിൽ ദിവസവും പത്രം വായിച്ചാലും ടെലിവിഷൻ കണ്ടാലും എന്തെല്ലാം ദുഃഖം വരുത്തേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിനെ ഒതുക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടാണ്. അത് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് എത്രയോ ഗവേഷണം നടന്നിട്ടുണ്ട്. സ്വീഡനിലും പല രാജ്യങ്ങളിലും ജയിലിലടക്കം ഈ ധ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ പ്രദേശത്ത്, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൽ തന്നെ മഴയില്ല. ഈ ധ്യാനശക്തി കൊണ്ട് തന്നെ നമുക്ക് പല അനുഭവങ്ങളും, നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ വെറുതെ സന്തോഷിക്കാൻ സാധിക്കില്ല. മഴയുണ്ടാവണം, വേണ്ട കാലത്ത് വേനൽക്കാലം ഉണ്ടാവണം, വെയിലുണ്ടാവണം, അതിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണം. കൃഷി വേണ്ട മാതിരി വരണം. അപ്പോൾ ഓരോ ഗ്രഹങ്ങളിലും ഇത് കൂട്ടായിട്ട് വേണമെന്നില്ല. കൂട്ടായിട്ട് ചെയ്യാമെങ്കിൽ ഞായറാഴ്ച ഇരുന്ന് ചെയ്യാൻ നോക്കുക. ഓരോ ഗ്രഹത്തിലും കുടുംബം ഒരുമിച്ചിരുന്ന് ചെയ്യാൻ സാധിച്ചാൽ ആ കുടുംബത്തിന് സന്തോഷവും സംതൃപ്തിയും വരും.
ഇത് വളരട്ടെ. ഇങ്ങനത്തെ ഒരു സാഗരത്തിൽ ഇന്നത്തെ ദിവസം വിളിച്ചു വരുത്തി നിങ്ങളെല്ലാവരുടെയും ഇത്രയും മുഖ്യ വ്യക്തികളുടെ കൂടെ ഇരിക്കുവാനും നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ ഇരുന്നും ഇന്ന് തുടക്കത്തിൽ നല്ല സുന്ദരമായ പരിപാടി കണ്ടു. അതിൽ തന്നെ ഓരോ കുട്ടികൾക്കും എത്ര ശ്രദ്ധാപൂർവം എന്ത് ഭംഗിയായിട്ടാണ് അത് നമുക്ക് അവതരിപ്പിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എന്തെല്ലാമോ പ്രശ്നങ്ങളായിട്ടാണ് നമ്മളിവിടെ വന്ന് ഇരുന്നിട്ടുണ്ടാവുക, അതെല്ലാം മറന്ന് ശ്രദ്ധയോടുകൂടി ഈ ഇന്നത്തെ ധ്യാനോത്സവത്തിൽ അല്ലെങ്കിൽ ധ്യാന സത്സംഗത്തിൽ പങ്കെടുത്ത് പൂർണ്ണ അനുഭവം മാത്രമല്ല എത്ര നേരമായിട്ട് ഇതിൽ ആരും തന്നെ എണീറ്റ് പോണ് കണ്ടില്ല ആ ധ്യാനം നടത്തുന്ന നേരത്തെ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തോ ഒരു സുഖം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് നിരന്തര സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിന്നിട്ടു. നമസ്തേ, ജയ് ഹിന്ദ്. ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്ന ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പുതുവത്സരാശംസകളുടെ ആകെ തുക 2016-17 ആകുന്നതോ 17-18 ആകുന്നതോ 18-19 ആകുന്നതോ അല്ല. വർഷങ്ങളുടെയും കണക്കിലെയും മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വത്സരങ്ങളെ പ്രത്യേകതകളുള്ളതാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്ത് അല്പസമയം മനസ്സിൻ്റെ ശക്തിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു യജ്ഞത്തിന് തയ്യാറായി വന്നിരിക്കുന്ന എല്ലാവരിലും അവരാഗ്രഹിക്കുന്ന മാറ്റങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുമാറാകുന്നൊരു വർഷമാവട്ടെ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയും. പാലക്കാടിൻ്റെ ഈ മഹാസംഗമം ബ്രഹ്മകുമാരീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് മുമ്പേ പ്രസംഗിച്ച മഹാരഥന്മാരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ശാന്തിപാഠമായ മന്ത്രങ്ങളിൽ പൂർണ്ണമതം പൂർണ്ണമിതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത് ഈ ബ്രഹ്മ സ്വഭാവത്തെ സംബന്ധിച്ച് തന്നെയാണ്. ആ സ്വഭാവം നമ്മൾ തിരിച്ചറിയുന്നത് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം നമ്മളിലൂടെ അറിയുന്നത്, അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പറയുന്നത് ഇതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നിടത്ത് തന്നെയാണ് ലോകത്ത് നന്മയുടെ ഉത്സവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. നമ്മൾ നന്മയ്ക്ക് വേണ്ടിയും നമ്മൾ നല്ലതിന് വേണ്ടിയും പലപ്പോഴും പുറത്തേക്ക് കണ്ണും നട്ടിരിപ്പാണ്. ആര് നമ്മളിലേക്ക് നന്മ കൊണ്ടുത്തരും, ആര് നമ്മളിലേക്ക് നല്ലത് കൊണ്ടുത്തരും, ആര് നമുക്ക് നല്ലത് എത്തിച്ചു തരുമെന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനം. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ നമ്മളിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ സമൂഹത്തിലേക്കും എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം ഈ കാത്തിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നിടത്താണ് ഈ പറയുന്ന ബ്രഹ്മസ്വഭാവത്തിൻ്റെ നമ്മളിലുള്ള അംശത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. ബ്രഹ്മം എന്നുള്ളത് തീർച്ചയായിട്ടും പരിപൂർണത തന്നെയാണ്. മറ്റാർക്കും എടുത്തെടുത്ത് കാണിക്കാൻ കഴിയാത്ത ആ പരിപൂർണത. എങ്ങനെ സൂര്യപ്രകാശം 7 നിറങ്ങളാൽ സമ്പന്നമാണ് എന്ന് പറയുമ്പോഴും ഒരു നിറത്തിൻ്റെയും സ്വഭാവ സവിശേഷതകളില്ലാതെ നിറമേതെന്ന് പോലും അറിയാതെ അത് നമുക്കെല്ലാവർക്കും എങ്ങനെ വെളിച്ചം തരുന്നുവോ അതുപോലെ ഗുണങ്ങൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലും അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ധ്യാന മഹോത്സവത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആ ഗുണങ്ങളെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടിയിരിക്കുന്നത്. നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന നല്ല ചിന്തകളെ പുറത്തേക്കെടുക്കാൻ ഭേദചിന്തകളില്ലാതെ, പരിപൂർണത എന്ന് പറയുന്നത് ഭേദചിന്തകളുടെ വേദിയല്ല, പരിപൂർണത എന്ന് പറയുന്നത് ഐക്യചിന്തകളുടെ വേദിയാണ്. പരിപൂർണത എന്ന് പറയുന്നത് കലഹങ്ങളുടെ വേദിയല്ല, പരിപൂർണത എന്ന് പറയുന്നത് സൗഹാർദ്ദങ്ങളുടെ വേദിയാണ്. പരിപൂർണത എന്ന് പറയുന്നത് സംഘർഷങ്ങളുടെ വേദിയല്ല, പരിപൂർണത എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ വേദിയാണ്. ആഗ്രഹിക്കുന്നത് സമാധാനമാണെങ്കിൽ, ആഗ്രഹിക്കുന്നത് ഐക്യമാണെങ്കിൽ, ആഗ്രഹിക്കുന്നത് ഭേദചിന്തകളില്ലാതെ ഭേദചിന്തകളില്ലാതെ ഒരുമിച്ച് നിൽക്കലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു മറുമരുന്നുണ്ടെങ്കിൽ, അതിനൊരു മന്ത്രമുണ്ടെങ്കിൽ, അതിനൊരു കാത്തിരിപ്പുണ്ടെങ്കിൽ, അതിനൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, അതിനൊരു ശ്രമമുണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങേണ്ടത് അവനവൻ്റെ മനസ്സിൽ തന്നെയാണ് എന്നുള്ള സന്ദേശമാണ് ബ്രഹ്മകുമാരീസ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ വിനീതമായ പരിമിതമായ അറിവും വിശ്വാസവും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാട്ടെ ഈ സായാഹ്നത്തിൽ ഒരു തരത്തിലുള്ള ഭേദചിന്തകളുമില്ലാതെ ഈ കസേരകളിൽ അടുത്തടുത്തിരിക്കുന്ന ആളുകളിലെ നന്മ ഈ ധ്യാന മഹോത്സവത്തിൻ്റെയും ശ്രമത്തിൻ്റെയും നിങ്ങളുടെ നിരന്തര ശ്രമങ്ങളുടെയും ഭാഗമായി
പുറത്തേക്ക് എടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല പ്രദേശമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാവുന്നത് ലോകത്തെ പല അത്ഭുതങ്ങളെ സംബന്ധിച്ചും നമ്മൾ പറയാറുണ്ട്. ലോകത്തെ മനുഷ്യനിർമ്മിതമായ എല്ലാ അത്ഭുതങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അതിനേക്കാളൊക്കെ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ മനസ്സിലെ മുഴുവൻ കരുത്തിനെയും പുറത്തെടുക്കാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മത്തിലെ പരിപൂർണമായ കഴിവുകളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുറവുള്ളതിനെ തിരികെ കൊണ്ടുവരാൻ ഞാൻ നടത്തുന്ന ശ്രമമാണ് ധ്യാന മഹോത്സവം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ചിന്തകൾ തീർച്ചയായിട്ടും പാലക്കാട്ടെ സഹോദരി സഹോദരന്മാരിലേക്ക്, ഗുരുജനങ്ങളിലേക്ക്, പണ്ഡിതനിലേക്ക്, പാമരനിലേക്ക്, സാധാരണക്കാരിലേക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ എന്നും നല്ലതിനെ സ്വീകരിച്ചിട്ടുള്ള, നല്ലതിനെ ചേർത്ത് വെച്ചിട്ടുള്ള ഈ പ്രദേശത്തും നന്മയുടെ മഹോത്സവം അത് വിടർന്ന് പന്തലിച്ച് പുഷ്പിച്ചു നിൽക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ വളരെ വൈകിയ വേളയിലാണ് ഒരുപാട് സംസാരിക്കാനുള്ള സമയമില്ല എങ്കിലും ഇന്നിവിടെ പരാമർശിക്കപ്പെട്ട കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. ലോകം കണ്ട ഇതിഹാസങ്ങളിൽ ഏറ്റവും വലുതായ മഹാഭാരതത്തിൽ വ്യാധഗീത എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നിങ്ങൾ പലരും കേട്ടിരിക്കും, എങ്കിലും വളരെ പ്രസക്തമായൊരു കാര്യമായതുകൊണ്ട് വീണ്ടും ഒന്ന് പറയുകയാണ്. ഭൗതികമായി എല്ലാം ഉപേക്ഷിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ജപവും തപവുമായി മുന്നേറുന്ന ഒരു ഋഷി വരെയാണ്. ദിനംപ്രതി അതിനു വേണ്ടി തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തപസ് അനുഷ്ഠിക്കുന്ന വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നാണ് ഒരു പക്ഷി അദ്ദേഹത്തിൻ്റെ തോളിൽ കാഷ്ടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് പലതവണ ആവർത്തിച്ച സമയത്ത് അദ്ദേഹം ആ തപസ്സിൽ നിന്നും എണീറ്റ് ദേഷ്യത്തോടു കൂടി ആ പക്ഷിയെ തുറിച്ചു നോക്കി എന്നാണ്. അപ്പം ആ നിമിഷം ആ പക്ഷി ചിറക് കരിഞ്ഞ് താഴെ വീണു. ഈ സംഭവം നടന്ന സമയത്ത് തൻ്റെ തപശക്തി കൊണ്ട് ഞാൻ ഒരുപാട് ഉയർന്നു, ഞാനൊരു വലിയ സിദ്ധനായി എന്നൊക്കെയുള്ള ഒരു വിചാരത്തിലാണ് അദ്ദേഹം പതിവ് പോലെ ഭിക്ഷാം ദേഹിയായി ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഭിക്ഷയാചിക്കാനായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം ആ സമയത്ത് തൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന ആ വീട്ടിലെ അമ്മ പുറത്തു നിൽക്കുന്ന ആ സന്യാസിയോട്, ആ ഭിക്ഷുവിനോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്പസമയം കാത്തിരിക്കണമെന്ന്. ഇത് കേട്ട് വളരെ കോപാകുലനായ ആ ഋഷി ആ അമ്മ ഭക്ഷണം തരാനായി വന്ന സമയത്ത് വളരെ ദേഷ്യപ്പെട്ടു അമ്മയോട്. അപ്പോൾ അമ്മ പറഞ്ഞു, കൊക്കല്ല കൊങ്കണരേ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉടൻ ദഹിച്ചു പോകുന്ന കൊക്കല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ്. അതായത് അവിടെ നടന്ന ആ സംഭവം സ്വന്തം വീട്ടിൽ നിന്ന് ആ സ്ത്രീ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ ഋഷി, ഈ സന്യാസി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ദേഷ്യവും ഒക്കെ ഇല്ലാതായി വളരെ വിനയത്തോടു കൂടി ആ സ്ത്രീയോട് ചോദിച്ചു, ഹേ സ്ത്രീയെ, നിനക്ക് എവിടുന്ന് ഈ ജ്ഞാനം? ഞാൻ മാത്രം അറിഞ്ഞ ആ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് ആ സ്ത്രീ ഉള്ളു തുറക്കുന്നതാണ്. ഞാനൊരു പാവം വീട്ടമ്മയാണ്, പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ ഭർത്തൃ ശുശ്രൂഷ, ഗൃഹ ചുമതലകൾ എല്ലാം വളരെ ധ്യാനാത്മകമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്തു പോകുന്ന ഒരു ഗൃഹസ്ഥയാണ്. എന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ ഗുരുവാണ്. ആ ഗുരു ഒരു വ്യാധനാണ്. വ്യാധൻ എന്നാൽ ഇറച്ചി വെട്ടുകാരൻ എന്നാണ്. കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ എൻ്റെ ഗുരുവായ ഇറച്ചി വെട്ടുകാരനായ വ്യാധനോട് പോയി ചോദിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ സന്യാസി ആ വ്യാധനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ചന്തയിൽ ഇറച്ചി കച്ചവടക്കാരനായി നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. വളരെ പുച്ഛത്തോടു കൂടി അദ്ദേഹത്തെ സമീപിക്കുമ്പം അദ്ദേഹം പറയാം, ഇത് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജോലിയല്ല,
എൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയതാണ്. ഞാനിതൊന്നും കഴിക്കാറില്ല, എൻ്റെ വീട്ടിലും ആരും കഴിക്കാറില്ല. പക്ഷേ എൻ്റെ വീടിനെ പുലർത്തേണ്ടുന്ന ഒരു ജോലി സ്വഭാവത്തിൽ ഞാനിത് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ എൻ്റെ കർത്തവ്യങ്ങൾ ഞാൻ വളരെ ധ്യാനാത്മകമായിട്ട് ചെയ്യണം. അതിൽ നിന്ന് കിട്ടിയ എൻ്റെ ജ്ഞാന സ്വഭാവത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ആ ശിഷ്യയോട് പറഞ്ഞത്, പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവളും ആ ജ്ഞാനത്തിന് ഉടമയായി തീർന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. ഇത്രയും നേരം സംസാരിച്ച ഒരു പ്രതിപാദിച്ചതിൽ നിന്ന് പ്രധാനമായൊരു കാര്യം, നമ്മൾക്ക് മുമ്പിൽ ഇതുവരെ കേട്ടുവച്ചിരിക്കുന്ന ഒരറിവിൽ ദൈവിക വഴി സന്യാസത്തിൻ്റെതാണ്, എല്ലാം ഉപേക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ സന്യാസിമാരും എല്ലാ യോഗികളും ഒക്കെ ജന്മമെടുക്കുന്നത് കുടുംബത്തിലാണ്. അപ്പം നല്ല സന്തതികളുണ്ടായാലേ നല്ല മഹാത്മാക്കളായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടാകും. അതുകൊണ്ട് കുടുംബമാണ് എല്ലാത്തിൻ്റെയും ആധാരം. ധ്യാനവും ജപവും യോഗവും മന്ത്രവും തന്ത്രവും എല്ലാം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്നാണ്, കുഞ്ഞുങ്ങളിൽ നിന്നാണ്. അത് കുടുംബത്തിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം, അങ്ങനെ ഒരു മഹത്വത്തിലേക്ക്, അങ്ങനെ ഒരു മഹിമയിലേക്ക് നമ്മളെ നയിക്കാൻ, കുടുംബത്തെ നയിക്കാൻ ആ വഴിക്ക് സാക്ഷാത്കാരം നേടിയ ഒരു ഗുരു ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതാണ് ഗുരു ശിഷ്യബന്ധം. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ദൈവം ഒന്നേയുള്ളൂ. പക്ഷേ ദൈവിക വഴിയിൽ നമ്മളെ കൊണ്ടുപോകണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു മുഖം മൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിലെത്താം. ആ മുഖംമൂടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുരു. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഗുരുക്കന്മാർ ഒരുപാടുണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നു, കൃഷ്ണനുണ്ടായിരുന്നു, ബുദ്ധനുണ്ടായിരുന്നു, ശ്രീരാമനുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യഭാവത്തിൽ നമ്മൾ ഇന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ രൂപങ്ങളും ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരൂപികളായിരുന്നു. അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് മതമുണ്ടാക്കാനും ജാതി ഉണ്ടാക്കാനും വേർതിരിവുകൾ ഉണ്ടാക്കാനും ദ്രോഹിക്കാനും ഒന്നുമല്ല, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിരുന്നു. ആ നല്ല മനുഷ്യൻ്റെ വഴിയിൽ ആ മനുഷ്യത്തിൽ നിന്ന് ദൈവികത്വത്തിലേക്ക് സഞ്ചരിക്കാനായിരുന്നു. നമുക്കറിയാം, നമ്മളിവിടെ വരുമ്പോൾ ഇതാ കുറേ വെള്ളവസ്ത്രധാരികളായിട്ട് കുറേ പേര് ഇരിപ്പുണ്ട്. വെള്ളവസ്ത്രത്തിൽ പെട്ടെന്ന് അഴുക്ക് പറ്റും. അപ്പോൾ നമ്മൾ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കണം. ഇതുപോലെ ജീവിതത്തിൽ അഴുക്ക് പറ്റാതെ സൂക്ഷിക്കേണ്ട ഒരു കർത്തവ്യബോധം നമുക്കുണ്ടാവണം. ആ കർത്തവ്യബോധമാണ്, ആ പവിത്രതയാണ്, ആ യോഗ്യതയാണ് നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. അതെല്ലാം മാറ്റി വെച്ചാൽ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ധ്യാനം നടപ്പിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ വാക്കിലാണ്, നമ്മുടെ പ്രവൃത്തിയിലാണ്. അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിനിടയ്ക്ക് ഇന്ന് വരാനും ഈ വലിയ ധ്യാന മഹോത്സവത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്കൊരുക്കി തന്ന ഇവിടുത്തെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനോടും ആദരണീയായ ഉഷാ ബഹൻജിയോടും എൻ്റെ ഗുരുനാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനും ഈ ആശയത്തിനും സർവ്വതോമുഖമായ വളർച്ചയും ഉയർച്ചയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സതീശ. ഇന്നത്തെ ഈ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഉളവാക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്ന് പാലക്കാട്ടുകാർ ഈ 2017 തുടക്കത്തിൽ തന്നെ, പുതുവർഷ ആരംഭത്തിൽ തന്നെ നമ്മളേവരും നല്ല ഒരു വർഷം കൊണ്ടാടുന്നതിന് വേണ്ടി ഇന്ന് ബ്രഹ്മകുമാരീസ് അവരുടെ പേരിൽ ഒരു ധ്യാന മഹോത്സവം കൊണ്ടാടുകയാണ്. വളരെയധികം സന്തോഷവും പാലക്കാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യവും തന്നെയാണതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ തിന്മകളും അക്രമാസക്തമായ സ്വഭാവങ്ങളും അതുപോലെ പല രീതിയിലുള്ള നമ്മുടെ മനോവിഷമങ്ങളും മാറുന്നതിന് വേണ്ടി ഈ പുതുവത്സര വർഷത്തിൽ ബ്രഹ്മകുമാരീസ് ഇങ്ങനെ ഒരു ധ്യാന മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചത് തന്നെ നമുക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, നമ്മുടെ ഉഷാ ബഹൻജിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം,
നമ്മൾ ഏതെങ്കിലും സമയത്ത് പകൽ സമയങ്ങളിലോ രാത്രി സമയങ്ങളിലോ നമ്മൾ ഏതെങ്കിലും സമയത്ത് ടി വി വയ്ക്കുമ്പോൾ ടി വിയിലെ പല ചാനലുകളിലും മാറ്റിമറിക്കുമ്പോഴാണ് ഉഷാ ബഹൻജിയെ നമ്മൾ പല ടി വി ചാനലിലൂടെ കാണാറുള്ളത്. ഇന്ന് നമുക്ക് പാലക്കാട്ടുകാർക്ക് ഏറ്റവും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണെന്ന് ഉഷാ ബഹൻജിയെ കാണുകയും അവരുടെ ആശീർവാദവും അവരുടെ മെസ്സേജുകളും നമ്മളിൽ എത്തിക്കുകയും, നമുക്കറിയാം ഇന്ന് ധ്യാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അവർ വ്യക്തമാക്കി. ധ്യാനത്തിൻ്റെ വിത്തുകൾ നമുക്കെല്ലാവർക്കും പാകിത്തന്നു. ആ വിത്തുകൾ മുളപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ആ വിത്തുകൾ നല്ല രീതിയിൽ മുളപ്പിച്ച് നമ്മുടെ വരും തലമുറയെയും അതുപോലെ തന്നെ നമ്മുടെ അക്രമാസക്തരായ മനുഷ്യരെ നല്ല രീതിയിൽ അവരുടെ മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നും ബീനാജിയുടെയും അതുപോലെ ഉഷാ ബഹൻജിയുടെയും നമ്മുടെ ഏവരുടെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വർഷത്തിന് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ പറയാനായിട്ട് വന്ന കാര്യങ്ങളെല്ലാം സിസ്റ്റേഴ്സും മറ്റുള്ള ആളുകളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ പറഞ്ഞു, ഇന്ന് ആബാലവൃദ്ധം ജനങ്ങൾക്കും സ്ട്രെസ്സാണ്. കുട്ടികൾക്ക് സ്ട്രെസ്, സ്കൂളിൽ പോകുന്നതിൻ്റെ സ്ട്രെസ്, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലോ ജോലി കിട്ടുന്നതിനുള്ള സ്ട്രെസ്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി നിലനിർത്തുന്നതിന് വീണ്ടും സ്ട്രെസ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ വിവാഹത്തിൻ്റെ സ്ട്രെസ്, പിന്നെ കുട്ടികളുണ്ടാകുന്നതിൻ്റെ സ്ട്രെസ്, പിന്നെ അവരെ പഠിപ്പിക്കുന്നതിൻ്റെ സ്ട്രെസ്. അങ്ങനെ സ്ട്രെസ് ഒഴിഞ്ഞിട്ട് നമുക്ക് യാതൊരു ഒരു സമയവുമില്ല. 90 കഴിഞ്ഞ ആളുകൾക്കും സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ എല്ലാം ഒരു സൊല്യൂഷനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം നമുക്ക് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊരു ഒരു ചോദ്യമാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കോൺസെൻട്രേഷനാണ് നമ്മുടെ എല്ലാം. മാധവൻ നായർ സാർ നേരത്തെ പറഞ്ഞു, ഏതൊരു വ്യക്തിയുടെയും വിജയത്തിൻ്റെ പിന്നിൽ കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ഒരു പ്രീ കണ്ടീഷനുണ്ട്. 5 വികാരങ്ങളുടെ നിയന്ത്രണമാണത്. എത്രമാത്രം നിങ്ങൾ ആ വികാരങ്ങളെ നിയന്ത്രിക്കുന്നോ അത്രമാത്രം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ഇവിടെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വികാരങ്ങളെ നമ്മളിങ്ങനെ അഴിച്ചുവിടുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഗ്രേ മാറ്ററിന് ഒരുപാട് പ്രഷർ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് ഒരു ഫീൽ ഗുഡ് തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഡോപ്പമൈൻ, എൻഡോർഫിൻ, സെറിട്ടോണിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇത് നമ്മളിങ്ങനെ അനാവശ്യമായി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താണ്, ആ സമയത്ത് നമുക്ക് ഒരു വലിയ സന്തോഷം, മൊമെൻ്ററി പ്ലഷർ നമുക്ക് കിട്ടുന്നു. പക്ഷേ അത് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ പതറുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു, വീട്ടുകാരെ ശ്രദ്ധിക്കാൻ പറ്റില്ല, മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഈ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ലൈഫിൽ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടി സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ബ്രെയിനിൽ. പക്ഷെ അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നു. അപ്പം സംഭവിക്കുന്നത്, ഡെയിലി റുട്ടീൻ ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ
പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊരു പ്രീ കണ്ടീഷൻ. ഇത് തന്നെയാണ് നമ്മൾ മദ്യപിക്കുമ്പോഴും ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. ഈ തരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഭാരതത്തിലെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിലേക്ക് സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട അതിധന്യമായ ഒരു സായം സന്ധ്യയായിരുന്നു ഇന്നത്തേത്. പാലക്കാട് ധ്യാന മഹോത്സവം 2017 ഇന്നിവിടെ യഥാർത്ഥത്തിൽ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. 4 ദിവസം നീണ്ടുനിന്ന ഈ മഹോത്സവം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തും ചിറ്റൂരിലും ധ്യാനക്ഷേത്രങ്ങളുടെ സമർപ്പണവും ആയിരങ്ങൾ പങ്കെടുത്ത സാമൂഹ്യ ധ്യാനവും ഉഷാദീദിജി നയിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ നിറഞ്ഞ സഭയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണരുകയാണ്. ഇന്ന് നമുക്ക് ഈ ധ്യാന മഹോത്സവത്തിൽ നിന്ന് ലഭിച്ച ആധ്യാത്മിക ഊർജവും പ്രേരണയും ഉൾക്കൊണ്ട് ഇത്രയും പേർ ഇന്നു മുതൽ ഒരു സാധകരായി മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനം കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അന്തരീക്ഷം വളർത്തുവാൻ സാധിക്കും എന്ന കാര്യം ഉറച്ചതാണ്. ഈ 2017 ആണ്ടിലെ ഈ ജനുവരി മാസം നമ്മുടെ മനസ്സുകളിൽ മായാത്ത ഒരു അനുഭവമായി തിങ്ങി നിൽക്കണം. ഇതിവിടെ നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ധ്യാനം ചെയ്തപ്പോൾ അനുഭവിച്ച ശാന്തിയും നമ്മുടെ ജീവിതയാത്രയിലുടനീളം കാത്തു സൂക്ഷിക്കണം. ഇന്നു മുതലെങ്കിലും നമ്മൾ നമ്മുടെ ഈ ധ്യാനത്തെ നമ്മുടെ സംസ്കാരമാക്കി മാറ്റണം, നമ്മുടെ ഒരു ദിനചര്യയാക്കി മാറ്റണം. സചേതനാചേതനമി പ്രപഞ്ചം സർവം വിളക്കുന്ന കേടാവിളക്കേ, സർവഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേൻ, സർവം മറന്നിന്നൊരു പ്രാണി പോൽ നിൻ സംസർഗ നിർവാണരസത്തിൽ മുങ്ങാൻ കാമിപ്പു ഞാൻ ഈശ്വര കാൽക്ഷണം